عليكم ورحمة الله وبركاته. طلابي الأحباء، وكنا نحن في مناقشة عن المسرحية الملك أوديب لتوفيق الحكيم، وقد ناقشنا النصوص السابقة في الفصول السابقة. فنحن الآن في مسرحية في موقع أن جوكاستا، وهي تحاور مع الملك أوديب، وكذلك أخيرا وهي تسمع صوتا أو هتافا خارج القصر من الشعب. ومن هنا نبدأ. الشعب في الخارج يصيح: جاء كريون، جاء كريون. أوديب ناظرا إلى جهة الشرفة: نعم جاء. ترى ما الذي جاء به أخوك؟ നാദറൻ ഇല ജിഹത്തി ഷുർഫ, വിൻഡോയിലേക്ക് നോക്കിയിട്ട് കാല ഔദീബ് നാം ജാ ക്രിയോൺ തറ മല്ലദി ജാ ബിഹി അഖൂക്, നിനക്കറിയുമോ എന്തായിരിക്കും നിന്റെ സഹോദരൻ കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്ന് ജോക്കാസ്തനോട് ഔദീബ് ചോദിച്ചു. വഹിയ നാദിറത്തുൻ ഇല വജ്ഹത്തി ഷുർഫ, അവളും ആ വിൻഡോയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ലാ ബുദ്ദ അന്നഹു ജാ ബിനബഇൻ സാരിൻ ഫഖദ അഖദ അലാ ജബീനിഹി ഇക്ലീലൻ മിനസ് സഹർ. ലാബുദ്ദ അന്നഹു ജാഅ ബിനബഇൻ സാരിൻ, സന്തോഷവത്തായ ഒരു കാര്യമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടാവുക, അതിലൊരു സംശയവുമില്ല. കാരണം എന്താ? ഫഖദ അഖദ അലാ ജബീനിഹി ഇക്ലീലൻ മിനസ് സഹരി, കാരണം അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തില് ഒരു എന്ത് ചെയ്തിട്ടുണ്ട്? ഇക്ലീലൻ മിനസ് സഹർ, പൂവിനാലുള്ള ഒരു തൊപ്പി അല്ലെങ്കിൽ ഒരു താജ്, കിരീടം അദ്ദേഹം അണിഞ്ഞിട്ടുണ്ട്. ഒരു പൂക്കിരീടം അണിഞ്ഞിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും സന്തോഷകരമായ ഒരു കാര്യവുമായിട്ടായിരിക്കും ക്രിയോൺ വന്നിട്ടുണ്ടാവുക. ഔദീബ് ഇൻ ദ ഷുർഫ വഹാദ കബീറുൽ കഹനതി മഹു വഹുമാ യശുഖാനി തരീഖ് ബൈന ജുമൂഇ ശഅബ് വയുഷാറാനി ഇലൽ നാസ് ബിത്തഹിയ്യ. വഹാദ കബീറുൽ കഹനതി മഹു, അവന്റെ കൂടെ വലിയ കാഹിനുമുണ്ടല്ലോ. വഹുമാ യശുഖാനി തരീഖ്, അവർ രണ്ടുപേരും ഇങ്ങോട്ടുള്ള വഴിയിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. യശുഖാനി, ആ ജനങ്ങൾക്കിടയിൽ വഴി ഉണ്ടാക്കി വരികയാണ്. ഷക്കത്വരീക്ക എന്ന് പറയുന്നത്, വഴി ഉണ്ടാക്കി വരികയാണ്. ബൈന ജുമൂഅ ശഅബി, ആ സമൂഹത്തിന്റെ ഇടയിലൂടെ. വൈഷാറാനി ഇലന്നാസി ബിത്തഹിയ്യ, അവര് ജനങ്ങളോട് എന്തായി അഭിവാദനം അർപ്പിച്ചും കൊണ്ടാണ് വരുന്നത്. ജൊക്കാസ്ത ഇന്നഹുമാ യദ്ലുവാനി മിൻ ബാബിൽ ഖസർ, അവര് നമ്മുടെ യദ്ലുവാനി മിൻ ബാബിൽ ഖസർ, അവര് നമ്മുടെ കൊട്ടാരത്തിനോട് അടുത്ത് വരികയാണ്. സഅദ്ഹബുന, ഞാനിപ്പോൾ പോകാം. ലിഅന്നകും തഅകിഫൂന അലാ മാ ഫീഹി സലാഹൽ മദീന, കാരണം ഇപ്പോ നിങ്ങൾ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചടഞ്ഞിരിക്കുകയാണല്ലോ, അപ്പൊ അതിൽ ഞാൻ ഇടപെടുന്നില്ല, ഞാൻ പോവുകയാണ്. ലിഅന്നകും സഅദ്ഹബൂന ലിഅന്നകും തഅകിഫൂന അലാ മാ ഫീഹി, അഖഫ അലാ പറഞ്ഞ ഒരു കാര്യത്തിൽ ചടഞ്ഞിരിക്കുക. തഅകിഫൂന അലാ മാ ഫീഹി സലാഹൽ മദീന, അപ്പൊ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചടഞ്ഞിരിക്കുകയാണ്, അതില് ഞാൻ ഇടപെടുന്നില്ല, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഔദീബ് ഇന്നി അതഹറഖു ശൗഖൻ ഇലാ മഅരിഫതി മാ ജാഅ ബിഹി, ആ ക്രിയോൺ എന്താണ് കൊണ്ടുവന്നെന്നറിയാൻ വേണ്ടി എന്റെ മനസ്സ് എന്താണ് കൊടുമ്പിരി കൊണ്ടുകയാണ്, അല്ലെങ്കിൽ എന്റെ മനസ്സ് എന്താണ് അതിനോടുള്ള താല്പര്യത്താൽ കരിഞ്ഞു പോവുകയാണ്. അതായത് ഞാൻ അത്ര അങ്ങേയറ്റം താല്പര്യത്തിലാണ്, അവൻ എന്താണ് കൊണ്ടുവന്നറിയാനുള്ള അതിയായ ഒരു വാജ്ഞയിലാണ്, താല്പര്യത്തിലാണ് ഞാനുള്ളത്. ജൊക്കാസ്ത അർജു അൻ തഅലമു മിൻഹുൽ അൻ മാ യഖിറു ഫി നഫ്സിക റാഹ വയുശിയ ഫിഹൽ ഹുദൂ, നിന്റെ മനസ്സിന് ശാന്തത വരുന്ന, നിന്റെ മനസ്സിന് ഒരു റാഹത്ത് നൽകുന്ന കാര്യമാകട്ടെ അവൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തുപോയി. ഔദീബ് ഫി ഹംസിൻ, ഔദീബ് മന്ത്രിക്കണം. നാം സഅലമുല്ലാൻ, എനിക്കറിയാം, അത് എനിക്ക് അനുകൂലമായതായിരിക്കാം, എനിക്കറിയാം. യദ്ഖുലു കബീറൽ കഹനതി വക്രിയോൺ അൽ കാഹിൻ ഹാദ ക്രിയോൺ ഖദ് ആദ മിൻ മഅബദി ദൽഫ്, ആ സത്രത്തിൽ നിന്ന് ക്രിയോൺ തിരിച്ചു വന്നിട്ടുണ്ട്. ബിഖൗലിൻ അലീമിൻ, മഹത്തായ ഒരു വാക്കുമായിട്ട്. ആസർതു അൻ യഖ്ലിയ ബിഹി ഇലൈക് ഔ അൻ യഫ്ലി ബിഹി ഇലൈക്, ആ വാക്കുകൾ അവൻ തന്നെ, ക്രിയോൺ തന്നെ നിന്നോട് പറയട്ടെ. ഫി ഖൽവത്തിൻ യാ ഔദീബ് ഇദാ അദിൻത ലഹു ഫിൽ കലാമി, നീ അവനോട് സംസാരത്തിന് സമ്മതം കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, നമ്മളല്ലാതെ വേറൊരാരും കേൾക്കാത്ത രീതിയിൽ ഈ ഒരു വിജനതയിൽ, ഈ ഖൽവത്തിൽ അവൻ നിന്നോട്, ക്രിയോൺ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഔദീബ് ഇന്നി മുസ്വിൻ ഇലൈഹി
ഞാൻ അവനിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. ഫല്യഫിൽ ഇലൈന ബിക്കുല്ലി മാ ലദൈഹി. അവനിക്ക് കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാ അതൊക്കെ അവൻ നമുക്ക് പറഞ്ഞു തരട്ടെ. ക്രിയോൺ ഇലൈക യാ ഔദി മൻദഹ ഇലൈഹി ഇൽമി. എനിക്ക് കിട്ടിയ വിവരങ്ങൾ ഞാൻ നിനക്ക് ഇതാ പറഞ്ഞു തരുന്നു. ലഖദ് കശഫ് ലനൽ വഹ്യു അൻ സിരി ഹാദിൽ ഖൽബി. ഈ നാടിന്റെ പേരിലുള്ള ദൈവത്തിനുള്ള കോപം അതെന്താണെന്ന് ആ വഹി ഞങ്ങൾക്ക് തെളിച്ചു തന്നിട്ടുണ്ട്. അല്ലദി അൻസലത്തുഹുൽ അസ്സമാഉ ബിഅർദിന. ഈ ദൈവം നമ്മുടെ ഭൂമിയിൽ ഇറക്കിയിട്ടുള്ള ഈ വിപത്തിന് അതിനുള്ള കോപം എന്താണ്, ആ കോപത്തിന്റെ രഹസ്യം എന്താണെന്ന് ഞങ്ങൾക്ക് ആ ദൈവം പറഞ്ഞു തന്നിട്ടുണ്ട്, വഹി പറഞ്ഞു തന്നിട്ടുണ്ട്. ഔദീബ് മാ ഹാദ സിർറു മാ ഹുവ ഹാദ സിർറു അസ്രി. എന്താണ് ആ രഹസ്യം, പെട്ടെന്ന് പറയൂ. ക്രിയോൺ ഫസാദുൻ അലാ ഹാദിൽ അർള് യജിബു അൻ യുസാൽ വ ഇല്ലാ കാന മസീറുനാ നഹ്നു ഇലാ സവാൽ. ഫസാദുൻ അലാ ഹാദിഹിൽ അർള്. അത് ഈ ഭൂമിയിൽ വല്ലാത്തൊരു ഫസാദ് നടന്നിട്ടുണ്ട്. യജിബു അൻ യുസാൽ. ഈ ഭൂമിയിൽ നിന്ന് ആ ഫസാദിനെ നീക്കിയേ പറ്റൂ. വ ഇല്ലാ കാന മസീറുനാ നഹ്നു ഇലാ സവാൽ. ഇല്ലെങ്കിലോ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ എന്നേക്കുമായി പോവുകയായിരിക്കും അതിന്റെ അനന്തരഫലം എന്ന് ആര് പറഞ്ഞു? ക്രിയോൺ പറഞ്ഞു. എന്താണ് ആ പ്രയോഗം നോക്കൂ. യജിബു അൻ യുസാൽ. അവൻ ആ ഫസാദ് ഈ നാട്ടിൽ നിന്ന് പോയേ പറ്റൂ. വ ഇല്ലാ കാന മസീറുനാ നഹ്നു ഇലാ സവാൽ. ഇല്ലെങ്കിലോ നമ്മുടെ മസീർ, നമ്മുടെ അന്ത്യം ഈ ലോകത്ത് നിന്ന് പോകലായിരിക്കും. അതായത് നമ്മുടെ അന്ത്യമായിരിക്കും ഉണ്ടാവുക. ഔദീബ് അയ്യ ഫസാദിൻ തുരീദ്. എന്ത് ഫസാദാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ക്രിയോൺ ഇസ്മുൻ യദ്നു സുതീബ ലാ ബുദ്ദ മിൻ മഹ്വിഹി. ആ ഫസാദ് എന്ന് പറയുന്നത് ഈ ത്വീബ നാടിനെ മൊത്തത്തിൽ ചളി പുരണ്ടതാക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു ചളിയാണ്. ഒരു തെറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ നാട്ടിൽ നിന്ന് നീക്കിയേ പറ്റൂ. ഔദീബ് അഫ്സെ. എന്താണെന്ന് തെളിയിച്ചു പറയാം. ക്രിയോൺ ദമുൻ അല അർലിന ഖദ് സഫക് വലാ മഫറ മിൻ ഗസ്ലി ദാലിക ദമി ബിദ്ദമി. ദമുൻ അല അർലിന ഖദ് സുഫിക്. നമ്മുടെ ഭൂമികയിൽ വെച്ച് ഒരു രക്തം ചിന്തപ്പെട്ടിട്ടുണ്ട്. വലാ മഫറ മിൻ ഗസ്ലി ദാലിക ദമി ബിദ്ദമി. ആ രക്തം ചിന്തിയത് കഴുകി കളയണമെങ്കിൽ മറ്റൊരു രക്തം ചിന്തുകയല്ലാതെ വേറെ വഴിയില്ല. വലാ മഫറ. വേറൊരു വഴിയില്ല. മിൻ ഗസ്ലി ദാലിക ദമി. ആ രക്തത്തെ കഴുകി കളയണമെങ്കിൽ, ശുദ്ധമാക്കണമെങ്കിൽ ബിദ്ദമി, വേറെ രക്തം കൊണ്ടല്ലാതെ. അപ്പോ അതൊരു തമാശയാണ്. ഒരു രക്തം കഴുകിക്കളയണമെങ്കിൽ, ഒരു പാപക്കറ കഴുകിക്കളയണമെങ്കിൽ മറ്റൊരു പാപം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള വർത്തമാനമാണത്. ഔദീബ് ദമുമൻ. ആരുടെ ദമാണ് ഇവിടെ ചിന്തപ്പെട്ടത്? മനില്ലദീ സഫക ദമഹു. അവന്റെ രക്തം ആരാണ് ഇവിടെ ചിന്തിയത്? അപ്പൊ ആരാണ്? മനിൽ മഖ്തൂലു അനിൽ ഖാത്തിലു. ആരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്? ആരാണ് ഘാതകൻ? ക്രിയോൺ ലായുസ് കബലൻ തഹ്തിയിലൈന കാന അലൈന മലിക്കുൻ യുസമ്മ ലായുസ്. ലായുസ് ആണ് ഇവിടെ കൊല്ലപ്പെട്ടത്. കബില അൻ തഹ്തിയ ഇലൈന. അവൻ ഞങ്ങളിലേക്ക് വരുന്നതിന്റെ മുമ്പ്, നീ ഞങ്ങളിലേക്ക് മലിക്കായി വരുന്നതിന്റെ മുമ്പ്, ഔദിബെ, നീ വരുന്നതിന്റെ മുമ്പ് ഇവിടെ മലിക്കുണ്ടായിരുന്നു. ആ മലിക്ക് കാന അലൈന മലിക്കുൻ യുസമ്മ ലായുസ്. ലായുസ് എന്ന് പറയുന്ന ഒരു മലിക്കുണ്ടായിരുന്നു. അവനാണ് കൊല്ലപ്പെട്ടത്. അവന്റെ രക്തമാണ് ചിന്തപ്പെട്ടത്. ഔദിബ് ആരിഫ് ഇസ്മഹു വലം അറഹു ഖത്തു. എനിക്കറിയാം അവനെ. ഞാൻ അവനെ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ അവനെ കേട്ടിട്ടുണ്ട്. ക്രിയോൺ ഹാദൽ മലിക് മാത മഖ്തൂല. ആ രാജാവ് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഔദീബ് മഖ്തൂലൻ, കൊല്ലപ്പെടുകയോ? ക്രിയോൺ വ ഇന്നൽ അംറൽ ഇലാഹി സരീഹുൻ. ദൈവത്തിന്റെ കാര്യം വളരെ വ്യക്തമാണ്. യജിബു അൻ യുഖാമൽ അദ്ൽ. ഇവിടെ ലോകത്ത് നീതി നടപ്പിലാക്കിയേ പറ്റൂ. വ അൻ യസ്അറ മനിൽ ഖാതിൽ. അതുപോലെ തന്നെ ആരാണ് കൊലപാതകി എങ്കിൽ അവനോട് പ്രതികാരം ചെയ്തേ പറ്റൂ എന്നതാണ് ദൈവനിശ്ചയം. ഔദിബ് ഇദാ കാന ഹാദാ കുല്ലു മാ ജീത ബിഹി ഫഹുവ ഹഖ്കുൻ. ഇതാണ് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നതെങ്കിൽ, ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ വിവരം ഇതാണെങ്കിൽ അത് ഹക്കായിരിക്കാം. വലാകിന്ന ഹാദിഹിൽ ജരീമതു ഫീമാ അറാ ഖദീമത്തുൽ അഹദി. പക്ഷേ ആ കൊല്ലപ്പെട്ടത്, ആ കൊല്ലുക എന്ന ആ കർമ്മം അല്ലെങ്കിൽ ആ ക്രൈം നടന്നിട്ടുള്ളത് അത് വർഷങ്ങൾക്ക് മുമ്പല്ലേ. പിന്നെ എങ്ങനെ നമ്മൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ക്രിയോൺ മല അലൈഹ നഹ്വ സബഅശ്റാമൻ. അതെ, 17 കൊല്ലം. ആ കൊലപാതകം നടന്നിട്ട് 17 കൊല്ലമായി. ഔദീബ് വഹൽ മിനൽ മൈസൂർ ബഅദ ഹാദിൽ ഖദ്രി മിനസ് സിനീൻ അൻ നതഅഖബ ആസാറഹ വ അൻ നുമീതൽ ഖന്നാഅ അൻ വജ്ഹിൽ ഖാതിൽ. വഹൽ മിനൽ മൈസൂർ. അങ്ങനെയാണെങ്കിൽ എളുപ്പമാണോ? ബഅദ ഹാദിൽ ഖദ്രി സിനീൻ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത്ര എളുപ്പമാണോ? അൻ നതഅഖബ ആസാറഹ. ആ ക്രൈമിന്റെ, ആ കുറ്റത്തിന്റെ
ആ കൊലപാതകത്തിന്റെ വേരുകൾ തേടി പോവുക എന്നത് അത്ര എളുപ്പമാണോ? വാൻ നുമീത്തൽ കന്നാൻ വജിഹിൽ കാത്തിലി, കൊലപാതകിയുടെ മുഖം മൂടുപടം മാറ്റാൻ നമുക്ക് അങ്ങനെ എളുപ്പമാണോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം? ക്രിയോൺ കാലൽ ഇലാഹു ഇബ്ഹസ്തജിദ്, ദൈവം പറഞ്ഞത് അന്വേഷിക്കൂ കണ്ടെത്തും എന്നാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും, അല്ലെ? മുട്ടുവീൻ തുറക്കപ്പെടും എന്നാണല്ലോ. അപ്പൊ കാലൽ ഇലാ ഇബ്ഹസ്തജിദ് ഔദീബ് ലൈസ അഹബ്ബ ഇലയ്യ മിനൽ ബഹ്സി, ഈ ലൈസ അഹബ്ബ ഇലയ്യ മിനൽ ബഹ്സി, ഔദീബ് പറഞ്ഞു അന്വേഷണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അന്വേഷണത്തെക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊന്നും എനിക്കില്ല. ഒമാ ഹയാത്തി കുല്ലുഹാ സിവാ ബഹ്സിൻ, എന്റെ ജീവിതം എന്ന് പറയുന്നത് അന്വേഷണമല്ലാതെ മറ്റൊന്നുമല്ല. ഒമാദാമൽ ഇലാഹു, ദൈവമാകുന്ന കാലത്തോളം, കമാ തഖൂലു, നിങ്ങൾ പറയുന്ന പോലെ, ഹുവല്ലദീ യഅ്മുറുനിൽ ആന ബിൽ ബഹ്സി വത്തൻഖീബി, അന്വേഷിക്കാനും പിന്നെ ചുരുളഴിക്കാനുമാണ് ദൈവം എന്നോട് കൽപ്പിക്കുന്നതെങ്കിൽ ഫലൻ യജിദനി ഇല്ലാ മുത്തിയ, ആ ദൈവകൽപ്പന ഞാൻ അനുസരിക്കുകയല്ലാതെ ഉണ്ടാവില്ല. അതായത് ആ ദൈവകൽപ്പന ഞാൻ അനുസരിക്കുക തന്നെ ചെയ്യും. ആ സമയത്ത് മിന്നി യാ കബീർ അൽ കുഹാൻ, വലിയ ജ്യോത്സ്യ, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോ, ദൈവം പറയുന്നത് ഞാൻ കേൾക്കാം. അതായത് ദൈവം എന്നോട് അന്വേഷിക്കാനാണ് പറയുന്നതെങ്കിൽ ആ അന്വേഷണത്തിനുള്ള ഉത്തരവ് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതായത് അങ്ങനെ ചോദിക്കാൻ, ആ സമയത്ത് മിന്നിയ കബീർ അൽ കുഹാൻ എന്ന് ചോദിക്കാൻ കാരണം ദൈവം പറയുന്നത് മുഴുവൻ കേൾക്കാത്ത ആളാണ് ഔദീബ് എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരാക്കിയ ചോദ്യം ചോദിച്ചത്. അൽ കാഹിൻ സമയത്തു വ അർജു അൻ തംലിയ ഇല നിഹായ, ഞാൻ കേട്ടു, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, പക്ഷേ വലാകിൻ അർജു അൻ തംലിയ ഇല നിഹായ, ഈ കുറ്റാന്വേഷണം അതിന്റെ അവസാനം വരെ നീ തുടരണമെന്നാണ് എന്റെ ആഗ്രഹം. ഫി ബഹ്സിക്കാനിൽ കാത്തിലി, ആ കൊലപാതകിയെ കുറിച്ചുള്ള അന്വേഷണം അതിനെ കണ്ടെത്തുന്നവരെ നീ മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഔദീബ് അബഹസ്മിനിൽ ഫൗറു, ഇതാ ഞാനിപ്പോ തന്നെ അവനെ കുറിച്ച് അന്വേഷിക്കാം. അഖ്ബർനി യാ ക്രിയോൺ, ക്രിയോണു പറയൂ, എവിടെയാണ് ഇയാളെന്ന് പറയൂ. ഐന ഖാതിലു ലൂയിസ്, ലായൂസിനെ കൊലപാതകി എവിടെയാണെന്ന് പറയൂ. അഫി ഖസ്രി, അവന്റെ കൊട്ടാരത്തിലാണോ? അംഫിൽ മദീന, അതോ നാട്ടിലാണോ? അംഫി ഖാരിജിയ, അതോ നമ്മുടെ നാടിന് പുറത്താണോ? ക്രിയോൺ കാന ലൂയൂസ് ഖദ് ഗാദറ ത്വയ്ബ ഹാജൻ ഇലാ മഅബദ് ദൽഫ് ലിയസ്തശീർ അൽ വഹ്യ കമാ കാന യഖൂൽ ഫി അംരി വലദിഹി അല്ലദീ അസ്ലമഹു ലിൽ മൗതി ഖദീമൻ ബി അംരി സമാ. കാന ലായൂസ് ഖദ് ഗാദറ ത്വയ്ബ, ത്വയ്ബ പട്ടണം വിട്ടുകൊണ്ട് ലായൂസ് പോയിരുന്നു അന്ന്. ഹാജൻ ഇലാ മഅബദി ദൽഫ്, ദൽഫ് സത്രത്തിലേക്ക്, അമ്പലത്തിലേക്ക് അവൻ പോയിരുന്നു. എന്തിനാണ് പോയിരുന്നത്? ലിയസ്തശീർ അൽ വഹ്യ, ദൈവത്തോട് അല്ലെങ്കിൽ അവിടെയുള്ള ജ്യോത്സ്യനോട് അന്വേഷിച്ചു വഹി അന്വേഷിക്കാൻ വേണ്ടി. കമാക്കാന യഖൂൽ, പറയപ്പെടുന്ന പ്രകാരം. ഫി അംരി വലദിഹി അല്ലദീ അസ്ലമഹു ലിൽ മൗതി ഖദീമൻ ബി അംരി മിനസ് സമാ, ദൈവനിശ്ചയപ്രകാരം, ദൈവകൽപ്പന പ്രകാരം പണ്ട് തനിക്കുണ്ടായ ആൺകുഞ്ഞിനെ മരണത്തിന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കാൻ, ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു അന്വേഷണം കിട്ടാൻ, ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു വഹി കിട്ടാൻ വേണ്ടി, അതായത് ഞാൻ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത തന്റെ ആൺകുഞ്ഞിനെ കുറിച്ച് അതിന്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഗൾഫ് സത്രത്തിലേക്ക് പോയിരുന്നു അന്ന് ത്വയ്ബ രാജാവായിട്ടുള്ള ലായൂസ് എന്ന് ക്രിയോൺ പറഞ്ഞു. ഓദീബ് കൽ മുഖാത്തബിൽ നഫ്സി, സ്വന്തത്തോട് പറഞ്ഞു. അംരി സമഹ്, ദൈവനിശ്ചയപ്രകാരം മകനെ കൊല്ലാൻ കൊടുക്കുക. യാ ലദാലിക്കൽ മൽക്കിൽ മിസ്കീൻ, എന്തൊരു പാവം മനുഷ്യനാണ് അദ്ദേഹം, എന്തൊരു പാവം മലിക്കാണ് അദ്ദേഹം. അബഅദു, എന്നിട്ട് എന്ത് സംഭവിച്ചു? ക്രിയോൺ ലൈസ ഹുനാക ബഅദു, പിന്നെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നഹു ലം യഉദ് ഇലൈന, പിന്നീട് ലായൂസ് ഞങ്ങളിലേക്ക് മടങ്ങി വന്നില്ല. മുൻദു ദാലിക്കൽ യൗമുല്ലദീ ദഹബ ഫീഹി, ആ സത്രത്തിലേക്ക് അവൻ പോയ ദിവസം മുതൽ ഇതുവരെയും അവൻ ഞങ്ങളിലേക്ക് തിരിഞ്ഞു വന്നിട്ടില്ല. ഔദീബ് ഔമാ മിൻ ഷാഹിദിൻ റആഉ സമിഅ ഷൈഅൻ അമ്മാ വഖഅ ലഹു, അവനിക്ക് എന്ത് സംഭവിച്ചു എന്ന് കേൾക്കുകയോ കാണുകയോ ചെയ്ത ആരെങ്കിലും ദൃക്സാക്ഷി ഇവിടെ ഉണ്ടോ? ക്രിയോൺ കുല്ലു ഷുഹൂദി ഖദ് തവാഹുമുൽ മൗതു, എല്ലാ ദൃക്സാക്ഷികളും അവരെല്ലാം മരണം പിടിപെട്ടു. മാ ഖലാ വാഹിദ, ഒരാളല്ലാതെ. ഇസ്തതാഅ യൻജുവ ബിജൽദിഹി, അവന്റെ ധൈര്യത്തിലും കൊണ്ട് അവനിക്ക് രക്ഷപ്പെടാൻ പറ്റി. വമാ അലിംനാ മിന്നു ഇല്ലാ അംറൻ വാഹിദ, അവനിൽ നിന്ന് ഞങ്ങൾ ആ ഒരൊറ്റ കാര്യമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഓദീബ് മാ ഹുവ, എന്താണ് ഞങ്ങൾ അവനിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം? ക്രിയോൺ ലഖദ് റവാ അന്ന ജമാഅത മിനൽ ലുസൂസി ഖതഉ തരീഖ അലൽ മലികി ലായൂസ് വഖതലൂഹു മഅ ഹാഷിയതിഹി. ലഖദ് റവാ അന്ന ജമാഅത മിനൽ ലുസൂസ്, കള്ളന്മാരുടെ ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം കള്ളന്മാര്, ഖതഉ തരീഖ അലൽ മലികി, മലിക്കിന്റെ വഴി തടഞ്ഞു. ലായൂസ് വഖതലൂഹു മഅ ഹാഷിയതിഹി, അങ്ങനെ അദ്ദേഹത്തെയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന പരിവാരങ്ങളെയും ഈ കള്ളന്മാര്
കൊല്ലുകയാണ് ചെയ്തത് എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അവ യജ്റഉ ലുസൂസുൻ അലാ മിസ്ലി ഹാദിൽ ഇഅ്തിദാഇ അലാ മലിക്കിൻ, കള്ളന്മാർക്ക് ഒരു രാജാവിനെതിരെ ഇങ്ങനെ ആക്രമിക്കാൻ കഴിയുമോ? ക്രിയോൻ ഹാദാ മാ റവലന, അങ്ങനെയാണ് ആ ദൃക്സാക്ഷി ഞങ്ങളോട് പറഞ്ഞു തന്നത്. ഔദിബ് മാ അഹ്സബ ഉലൈക് യതദ്ദൂന അലൽ മലിക്, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല കള്ളന്മാർക്ക് അങ്ങനെ മലിക്കിന്റെ മേൽ, രാജാവിന്റെ മേൽ ആക്രമിക്കാൻ കഴിയുമെന്ന്. മാ ലബ്കും അഹദുൻ ഹാഹുന, അവരുടെ അവിടെ ആരെങ്കിലും ഇല്ലാതെ അവർക്ക് അത് കഴിയില്ല. ഖദ് ദഫഉമിലാ ദാലിക ദഫ, ആ കള്ളന്മാരെ ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കള്ളന്മാരെ പ്രേരിപ്പിച്ച എന്തെങ്കിലും ഒരു പ്രേരകം, അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിച്ച ആരെങ്കിലും ഒരു ഘടകം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ലോകത്തുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ ചെയ്യുക. വഹറലഹും തഹരീല, അവരെ പ്രേരിപ്പിക്കുകയും അവരെ തഹരീൽ നടത്തുകയും ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും പ്രേരിപ്പിക്കുക. വനഖദഹും അലാ ദാലിക സമന, തന്നെയുമല്ല അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് പാരിതോഷികം നൽകാമെന്നും പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടാവാം. ക്രിയോൺ ഹാദാ മാ ഖതറ അയ്ളൻ അലാ ബാലിന ഫീ ദാലികൽ അഹ്ദ്, അന്ന് ഞങ്ങളുടെ മനസ്സിലും അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. ഓദി മാ ദാലിക മാ ഫഅൽതും ഷൈഅൻ ലിൽ ബഹ്സി അൽ ഖത്ലത്തി അവിൽ കശ്ഫി അനിൽ യദി അല്ലത്തി ഹറകത്തിൽ ജരീമ. വമാ ദാലിക, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടും മാ ഫഅൽതും ഷൈഅ, നിങ്ങൾ ഒന്നും ചെയ്തില്ലേ, ലിൽ ബഹ്സി അനിൽ ഖത്ലത്തി, ആ കൊലപാതകിയെ കുറിച്ച് അന്വേഷിക്കാൻ, അവിൽ കശ്ഫി അനിൽ യദി, അല്ലെങ്കിൽ ആ കൊലപാതകത്തിന്റെ, അല്ലത്തി ഹറക്കത്തിൽ ജരീമ, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച അതിന്റെ പിന്നിലുള്ള ശക്തി, ആ പിന്നിലുള്ള കരങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങളൊന്നും ചെയ്തില്ലേ? ലഖദ് കുന്നാ ഫീ ദാലിക്കൽ വഖ്തി മശ്ഗൂലുൻ അൽ ബാലി മൻഹൂബി അൽ ഖാതിർ ബികാരിസത്തിൻ അർവ ദഹ്മത്തിനാ വഖലത് മിന്നാ അൽ മലാജി. ലഖദ് കുന്നാ ഫീ ദാലിക്കൽ വഖ്തി മശ്ഗൂലി അൽ ബാലി, അന്ന് ഞങ്ങൾ അതിനേക്കാൾ വലിയൊരു പ്രശ്നത്തില് ഹൃദയം പെടഞ്ഞു കിടക്കുകയായിരുന്നു. ഞങ്ങൾക്ക് വലിയ മറ്റൊരു വിഷയത്തിൽ ഞങ്ങൾ വ്യാപൃതരായിരുന്നു. മൻഹൂബി അൽ ഖാത്തിർ, ഞങ്ങളുടെ ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അന്നത്തത്. ബികാരിസത്തിന് അർവ, മലിക്ക് കൊല്ലപ്പെട്ടു എന്നതിനേക്കാൾ വലിയൊരു കാരിസത്ത് അന്ന് നാട്ടിലുണ്ടായിരുന്നു. ദഹ്മത്തിന വാഖലത് മിന്നൽ മലാജി, ഞങ്ങളുടെ ഉറക്കം പോലും കെടുത്തിയിട്ടുള്ള, ഞങ്ങളെ ആകെ മെതിച്ചു കളഞ്ഞിട്ടുള്ള വല്ലാത്ത ഒരു കാരിസത്ത് അന്ന് നാട്ടിലുണ്ടായിരുന്നു. ഔദീബ് അയ്യ കാരിസത്തിന് ആലമിൻ ഖത്ലി മലിക്കിക്കും അൽ ജാലിസ് അല അർഷിക്കും, നിങ്ങളുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന നിങ്ങളുടെ രാജാവിനെ കൊന്നതിനേക്കാൾ വലിയ ഒരു കാരിസത്തോ? ക്രിയോൺ അതെ, അബുൽ ഹൗൽ എന്ന് പറയുന്ന ഒരു കാരിസ. ലഖദ് വക്ത്, അന്നാണ് അബുൽ ഹൗൽ ഉണ്ടായിരുന്നത്. യഖ്തുലുന്നാസ ബി അൽ ഗാസി ഖൽഫ അസ്വാരി ത്വീബ, ത്വീബയുടെ ആ അതിർ പ്രദേശത്ത് ഉണ്ടായിരുന്ന ജനങ്ങളെ കൊല്ലുകയും ചെയ്തിരുന്ന ആ അബുൽ ഹൗല് അന്ന് ഞങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലാക്കി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് ഇയാളെ കുറിച്ച്, കൊലപാതകയെ കുറിച്ച്, കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾക്ക് അന്ന് സാധിക്കാതെ പോയി. നഅം നഅം യാ ലക്കും ജമീഅൻ മിൻ ഹംഖ കുല്ലു ഷൈഇൻ യത്തലിഉ അൻ ലൈനി ഇന്നി അകാദു അറൽ മുദബ്ബിറ ലികുല്ലി ദാലിക് വഅരിഫുൽ യദല്ലതി ഹറകത് വൽ ഇറാദത്തല്ലതി ദഫഅത്. നഅം നഅം യാ ലക്കും ജമീഅൻ മിൻ ഹംഖ, നിങ്ങളെല്ലാരും പൊട്ടന്മാരായല്ലോ. കുല്ലു ഷൈഇൻ യത്തലിഉ അൻ ലൈനി, ഇപ്പോൾ എനിക്കെല്ലാം വ്യക്തമാവുന്നു. ഇന്നി അകാദു അറൽ മുദബ്ബിറ ലികുല്ലി ദാലിക്, ഇതിന്റെയൊക്കെ ബേക്കിൽ കളിച്ച ആ ചാലക ശക്തി ആരാണെന്ന് എനിക്കറിയാം. വാരിഫുൽ യദല്ലത്തി ഹറകത്, ഇവ ചലിപ്പിച്ചിട്ടുള്ള ആ കരങ്ങൾ ആരാണെന്ന് ഇപ്പൊ എനിക്കറിയുന്നു. വല്ലിറാദത്തല്ലത്തി ദഫഅത്, ഇങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കാൻ, അത് തന്റെ ഇടം നടപ്പിലാക്കിയിട്ടുള്ള ഒരാളെ എനിക്കിപ്പോ ബോധ്യമാവുന്നു. അൽ കാഹിൻ മാദാ തഖൂലു യാ ഉദീബ്, എന്താണ് നീ പറയുന്നത്? ആയത് മറത്തൻ ഉഖ്റ മാ ലഫളത് ഷഫതാക്, നീ ഉച്ചരിച്ച വാക്കുകൾ ഒന്നുകൂടെ പറയൂ, എന്താണ് നീ പറയുന്നത്? ഔദീബ് ലാ ശഅന ലക ബിമാ ലഫൾതു ഷഫതായ, ഞാൻ എന്താണ് പറഞ്ഞത് ഈ ചിന്തിക്കണ്ട. ഇന്നകും തൻതളിറൂന മിന്നി അമലൻ വതുരീദൂന അദ്ലൻ, നിങ്ങൾ എന്നിൽ നിന്ന് ഒരു പ്രവർത്തനമാണ്, വാക്കുകളല്ല, നിങ്ങൾ എന്നിൽ നിന്ന് പ്രവർത്തനമാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്നിൽ നിന്ന് നീതിയാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന ഖാതിൽ ലായൂസ് യജിബു അൻ യുഖദ്ദമ ഇലൈക്കും, ലായൂസിനെ കൊന്നത് ആരാണെങ്കിലും അവനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. ഹത്താ വലൗ കാന ഫീ ദാലിക മാ അക്റഹു, അതിൽ എനിക്ക് വെറുപ്പുണ്ടാക്കുന്നത് സംഭവിച്ചാലും ശരി, ഞാൻ അത് ചെയ്യും. ഹക്കൻ ലഖദ് അസബ്തും, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മാ കാന യഖ്തറു ലി അലാ ബാലിൻ അന്ന ഖവായിമ അർശി ഗായിസത്തുൻ ഫീ ദിമായി മലിക്കിൻ. മാ കാന യഖ്തറു ലി അലാ ബാലിൻ, ഇപ്പോൾ എന്റെ മനസ്സിൽ ഉദിച്ചു വരുന്നത്, അന്ന ഖവായിമ അർശി ഗായിസത്തുൻ ഫീ ദിമായി മലിക്കിൻ, ഇപ്പോൾ എനിക്ക് ബോധ്യമാവുന്നു എന്റെ എന്റെ കിരീടം അത് ഒരു രാജാവിന്റെ രക്തത്താൽ കുളിച്ചു കിടക്കുകയാണെന്ന്, എന്റെ സിംഹാസനത്തിന്റെ കാലുകൾ
എന്താണ് എന്റെ സിംഹാസനത്തിന്റെ കാലുകൾ, എന്റെ സിംഹാസനം ആ രാജാവിന്റെ രക്തത്താൽ പങ്കിലമാണ്, രക്തത്തിൽ മൂടിക്കിടക്കുകയാണെന്ന് എനിക്ക് ബോധ്യമാവുന്നു. വമാ കുന്തു ഇഖാലിൻ മൻ അറാദ ദാലിക, അങ്ങനെ ആരാണ് അത് ഉദ്ദേശിച്ചത്, ആരാണ് ആ ചെയ്ത്ത് നടപ്പിലാക്കിയതെങ്കിൽ അവനെ തൊട്ടൊരിക്കലും ഞാൻ വിട്ടുകൊടുക്കുകയില്ല. യബ്ലഗു ബിഹിൽ അംറു ഹദ്ദൽ ജരീമ, ആ കുറ്റവാളിക്ക്, ആ ക്രിമിനലിന് എന്താണോ ക്രൈമിന്റെ കുറ്റം അത് ഞാൻ അവനക്ക് എത്തിച്ചു കൊടുക്കും. ലൻ അതറദ്ദദ്, ഞാൻ ഒരിക്കലും സംശയിക്കുകയില്ല. നഅം അസാമിഉന അൻതും, നിങ്ങൾ കേൾക്കുന്നോ? ലൻ അതറദ്ദദ ഫീ തസ്ലീമിൽ ഖാതിലി, ആ കൊലപാതകിയെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നതിൽ എനിക്കൊരു സങ്കോചവുമില്ല. ലാ ഇൻഖാദൽ ലതീബ വഹദഹ, അത് ത്വയ്ബയെ ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മാത്രമല്ല, ബൽ ഇൻഖാദൻ ലിളമീരി, എന്റെ മനസ്സിനെ പോലും രക്ഷപ്പെടുത്താൻ. യാ കബീർ അൽ കുഹാൻ ഇദ്ഹബ്, കബീർ അൽ കുഹാൻ, വലിയ ജോത്സ, ഇവിടുന്ന് പോകൂ. വഅലിനിന്നാസ, എന്നിട്ട് ജനങ്ങളോട് പറയൂ, അന്നി മുബാദിറുൻ ഇലാ തൻഫീദി മാ ജാഅ ബിഹി ക്രിയോൺ, ക്രിയോൺ ഈ കൊണ്ടുവന്ന കാര്യത്തെ നടപ്പിലാക്കാൻ, അതായത് ഖാത്തിലിനെ കുറിച്ച്, ലായൂസിന്റെ കൊലപാതകിയെ കുറിച്ച് അന്വേഷിക്കാനും അവന് വേണ്ട ശിക്ഷ കൊടുക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അതിപ്പോ തന്നെ നടപ്പിലാക്കും. തൻഫീദുൻ മുബാദിറുൻ ഇലാ തൻഫീദ് മാന, ആ കാര്യം നടപ്പിലാക്കാൻ ഞാൻ ഇതാ തയ്യാറായി പോകുന്നു. സഅദ്ഫഉ ഇലൈഹിം ബിൽ ഖാത്തിൽ, ഞാൻ നിങ്ങളിലേക്ക്, അതായത് ആ ജനതയിലേക്ക് ആ ലായൂസിനെ കൊന്ന ആളെയും കൊണ്ട് വരും എന്ന് നീ അവരോട് വിളിച്ചു പറഞ്ഞാലും. അൽ കാഹിൻ അതാരിഫു യാ ഔദീബ് മൻഹുൽ ഖാത്തിലു, അപ്പൊ ആരാണ് ഖാത്തിൽ എന്ന് നിനക്കറിയും ഔദീബെ? ഔദീബ് ലൈസ മിനൽ അസീരി അലയ്യ അൻ അഅരിഫ അൻ, ആ കൊലപാതകയെ അറിയാൻ എനിക്കിപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇദ്ഹബ അസ്സഅ, നിങ്ങളിപ്പോ പോയിക്കോളൂ. വത്രുക്കൽ അംറലി, കാര്യം എനിക്ക് ഒഴിവാക്കി തന്നോളൂ. അജബൻ മാ ബാലുകുമാ ഖദ് ജമത്തുമാ ഫിൽ അർളി കതിംസാലൈനി, അത്ഭുതം, നിങ്ങൾക്ക് എന്താ പറ്റിയത്? പ്രതിമകളെ പോലെ ഈ ഭൂമിയിൽ നിങ്ങൾ നിൽക്കുന്നത് എന്താണ്? പൊക്കോളൂ ഇവിടുന്ന്. അൽ കാഹിൻ അവാസകുൻ അൻത മിൻ അന്നക സതഖ്തസു മിൻ ഖാതിൽ ലായൂസ്, ലായൂസിനെ കൊന്ന ആളിൽ നിന്ന് പ്രതികാരം ചെയ്യാൻ ഇഖ്തിസാസ്, സതഖ്തസു, അല്ലെ, ഇഖ്തിസാസ് നടത്താൻ നിനക്ക് കഴിയുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഔദീബ് അതശുക്കു ഫീ ദാലിക അയ്യുഹൽ കാഹിൻ, നിനക്കതിൽ സംശയമുണ്ടോ ജ്യോത്സ്യ? മഹ്മാ യകുൻ ഖദ്റ ഹാദർ റജുലി ഫീക്കും, ആ കൊലപാതകിയുടെ നിലവാരം നിങ്ങളിൽ എത്രയാണെങ്കിലും ശരി, ഫഇന്നി മുസല്ലിമുഹു ഇലൈക്കും, ഞാൻ അവനെ നിങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നിരിക്കും. ലയനാല ജസാഅ മഖ്തറഫത് യദാഹു, അവന്റെ കരങ്ങൾ ചെയ്തിട്ടുള്ള കൊലപാതകത്തിന്റെ പ്രതിഫലം അവനക്ക് കിട്ടാൻ വേണ്ടി അവന് നിങ്ങളിൽ എത്ര ശ്രേഷ്ഠനാണെങ്കിലും അവനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഏൽപ്പിച്ചിരിക്കും. ഹാദാ വഅദി ലൻ അർജിഅ ഫീഹി അബദ, ആ വാഗ്ദത്തത്തിൽ ഞാൻ ഒരിക്കലും പിൻവാങ്ങുകയില്ല. മഹ്മാ യശുഖു അലാ നഫ്സി അൽ വഫാ ബിഹി, ആ കരാറ് പൂർത്തീകരിക്കാൻ എനിക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ശരി, അതിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയില്ല. ഫകുല്ലു അസീസിൻ അലയ്യ യഹൂനു അമാമ ഹാദിഹിൽ ജരീമത്തി ശൻആ, കാരണം എനിക്ക് എത്ര പ്രിയപ്പെട്ട സാധനങ്ങളാണെങ്കിലും ശരി, ഈ ഒരു കൊലപാതകത്തിന്റെ മുൻപിൽ അതെല്ലാം നിസ്സാരമാണ്. വമൻ ദാ യത്മഉന്നു, ആർക്കാണ് ശാന്തമാകാൻ കഴിയ? ബഅദൽ യൗമി ഇലാ ഇൻസാനിൻ ഇജ്തറ അലാ ഖത്ലി മലിക്കിൻ, ഒരു രാജാവിനെ കൊന്നിട്ട് ആ രാജാവിനെ കൊല്ലാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു മനുഷ്യന്റെ പേരിൽ സമാധാനത്തോടെ ഇരിക്കാൻ ആർക്കാണ് കഴിയുക? സഅക്ഷിഫു അൻ വജ്ഹിൽ ഖന്നാ, ആ കൊലപാതകിയുടെ മൂടുപടം ഞാൻ മാറ്റുക തന്നെ ചെയ്യും. വഉഖദ്ദിമുഹു ഇലൽ അദാല, അവനെ ഞാൻ നീതിയുടെ മുമ്പിൽ കൊണ്ടുവരും. ഹത്താ വലൗ കാന ഫീ ദാലിക വബാലുൻ അലയ്യ വഹലാകുൻ ലി, അങ്ങനെ ഞാൻ ഒരാളെ കൊണ്ടുവരുന്നത് അതെന്റെ മേൽ വലിയ വബാലായാലും ശരി, എന്റെ മേൽ വലിയ നാശമാണെങ്കിലും, അതെനിക്ക് വലിയ നാശം ഉണ്ടാക്കുമെങ്കിലും ശരി, ഞാൻ അവനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. അൽ കാഹിൻ മഅരിഫത്തുൽ മുജ്രിം യാ ഔദീബ് ഖദ് തറഹത അന്ന അബഅൻ സഖീല, ഓ ഔദീബ്, കൊലപാതകിയെ കുറിച്ച് നിനക്കറിയും എന്ന വർത്തമാനമുണ്ടല്ലോ, അത് ഞങ്ങളിൽ നിന്ന് വല്ലാത്തൊരു ഭാരത്തെ ഒഴിവാക്കിയതുപോലെ തോന്നുന്നു. ഔദീബ് അയ്യാബീൻ, എന്ത് ഭാരമാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്? അൽ കാഹിൻ അബുൽ ഇഫ്ലാഇ ബിസ്മിഹി ഇലൈക, ആ കൊലപാതകിയുടെ പേര് ഞങ്ങൾക്ക് നിന്നോട് പറയേണ്ട ആ ഒരു ഭാരം, ആ ഒരു പ്രയാസം, നിനക്ക് ആ കൊലപാതകിയെ അറിയും എന്ന് പറഞ്ഞതോടുകൂടി നിന്നോട് ആ കൊലപാതകിയെ കുറിച്ച് പറഞ്ഞു തരുന്നതിന്റെ ആ ഒരു പ്രയാസത്തിൽ നിന്ന് ഞങ്ങൾ ഇതാ രക്ഷപ്പെട്ടിരിക്കുന്നു. ഔദീബ് അവ കുന്തുമാ താരിഫാനി,
അൻതുമാ ഇല്ലൻ മൻ ഹു, അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയും അവൻ ആരാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുമോ? അൽ കാഹിൻ കുന്നാ നാരിഫ്, ഞങ്ങൾക്കറിയാം. ഫലഖദ് ജാഅ ബിസ്മിഹി ക്രിയോൺ, അവന്റെ പേരുമായിട്ടാണ് ക്രിയോൺ വന്നിട്ടുള്ളത്. ഫീമാ ജാഅ ബിഹി മിൻ ബഅദി ദൽഫ്, ഗൾഫ് സത്രത്തിൽ നിന്ന് വഹിയ് ക്രിയോണിന് കൊടുത്തിട്ടുണ്ട്. ആരാണ് ആ കൊലപാതകി എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങൾക്കറിയുന്ന പേര് നിന്നോട് പറയാൻ ഞങ്ങൾക്ക് ചില പ്രയാസങ്ങളുണ്ട്. അപ്പൊ അത് നിനക്കറിയാം എന്ന് പറഞ്ഞതോടുകൂടി ആ പ്രയാസം ഞങ്ങൾക്ക് ഒഴിവായി കിട്ടി. ഔദീബ് അവലം തദ്ഹശ ഇൻദമാ അറഫ്തുമൽ മുജ്രിം, അങ്ങനെ കൊലപാതകിയെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് നിങ്ങളൊന്നും അത്ഭുതപ്പെട്ടില്ലേ? അൽ കാഹിൻ കുല്ല ദഹ്ശി യാ ഔദീബ്, ഞങ്ങൾ അന്തം വിട്ടിട്ടുണ്ട് ഔദീബ്. ഫഹുവ ആഖിറു മൻ കാന യർഖാ ഇലൈഹി ലന്ന്, കാരണം ആ മനുഷ്യൻ, ആ കൊലപാതകി എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള ആ മനുഷ്യൻ ഞങ്ങളുടെ സംശയം ഏറ്റവും അവസാനം എത്തിപ്പെടാവുന്ന, അതായത് ഒരിക്കലും ഞങ്ങൾ സംശയിക്കാത്ത ഒരു വ്യക്തിയാണ് ആ വ്യക്തി. ഔദീബ് കൽ മുഖാത്തിബ് നഫ്സഹു, സ്വന്തത്തോട് പറഞ്ഞാം. ദാലിക റജുലുൽ ജലീലുൽ ഖദർ, അതെ ആ മഹത്തായ മനുഷ്യൻ. അർ റഫീഉൽ മക്കാൻ, നാട്ടിൽ വലിയ ഉന്നതമുള്ള സ്ഥാനം. അൽ മുബജ്ജലു മിൻ കുല്ലി ഇൻസാനിൻ, എല്ലാ മനുഷ്യന്മാരിലും എല്ലാറ്റിലും ബഹുമാനം കൽപ്പിക്കുന്ന, എല്ലാ ഉന്നത സ്ഥാനത്തുള്ള വലിയ മഹത്വമുള്ള ആ മനുഷ്യൻ അല്ലേ? അൽ കാഹിൻ ഇന്നഹു ലകദാലിക ഹക്കൻ, അതെ ഔദീബ് അവൻ മഹത്തായ മനുഷ്യനാണ്, നാട്ടിലെ വലിയ സ്ഥാനത്തുള്ള ആളാണ്, ജനങ്ങളെല്ലാം അംഗീകരിക്കുന്ന ആളാണ്, ബഹുമാനിക്കുന്ന ആളാണ്. വഇന്നഹു ലയഹ്സുനുനാ അൻ യകൂന ഹുവൽ മുഖ്തരിഫു ലിമിസ്ലി ഹാദൽ ഇസ്മ, അതുകൊണ്ട് തന്നെയാണ് അത്രയും മഹത്തായ വലിയ ഉന്നത സ്ഥാനത്തുള്ള, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ ഇങ്ങനെ എത്ര വലിയൊരു കുറ്റം ചെയ്യുമെന്ന് അത് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഔദീബ് ഹുസ്നി ലാ യഖിൽ അൻ ഹുസ്നികുമാ, എന്റെ ദുഃഖം നിങ്ങളെ ദുഃഖത്തെക്കാൾ കുറവല്ല. വലാകിന്നൽ അദാലത ഫൗകൽ മറാത്തിബ്, പക്ഷേ സ്ഥാനങ്ങൾക്കൊക്കെ അപ്പുറത്താണ് നീതി എന്ന് പറയുന്നത്. വദമിൽ ഖതീലി യജിബു അൻ യഗ്സുല ബിദമിൽ ഖാതിലി, ആ കൊല ചെയ്യപ്പെട്ട ആളുടെ രക്തം ഈ നാട്ടിൽ നിന്ന് കൊല ചെയ്തവന്റെ രക്തം കൊണ്ട് കഴുകിക്കളയൽ അത്യാവശ്യമാണ്. അതായത് ഇവിടെ ഇഖ്തിസാസ് നടക്കൽ അത്യാവശ്യമാണ്. കദാലിക അമർതുക സമാ യാ ക്രിയോൺ, അങ്ങനെയല്ലേ ക്രിയോണെ അള്ളാഹു നിന്നോട് കൽപ്പിച്ചിട്ടുള്ളത്, ദൈവം നിന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. വ ഇന്നി ലിഹാദൽ അംരി മുതിയ്, അതുകൊണ്ട് ദൈവത്തിന്റെ ആ കൽപ്പന ഞാൻ ഇവിടെ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അൽ കാഹിൻ മാ കുന്നാ നഹ്സബുക തതിഉ അംറ സമാ ബിഹാദിഹി സുറ, ഇത്ര പെട്ടെന്ന് ദൈവനിശ്ചയം നിങ്ങൾ അംഗീകരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഫഗ്ഫിർ ലനാ മാ സലഫ മിൻ സൂഇൽ ലന്നി ബിക, അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ഞങ്ങൾ തെറ്റായ ധാരണകൾ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഈ ഒരു വിവരം നിങ്ങൾക്ക് കൊണ്ടുവന്നാലും, അതായത് എന്താണ് ആ സത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കാഹിനുകളിൽ നിന്ന് അല്ലെങ്കിൽ ദൈവനിശ്ചയം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ വഴിയ് അത് നിന്നോട് പറയുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുകയില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് നിങ്ങളെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ഞങ്ങൾക്ക് പുറത്തു തന്നാലും നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇത് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഫഅൻത അഅലമു നഫ്സൻ മിമ്മാ കുന്നാ നതഖയ്യൽ, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ, ഞങ്ങളുടെ ഭാവനകളെക്കാൾ അത്ര മഹത്തായ ഒരു മനുഷ്യനാണ് താങ്കൾ. വലാകിൻ ഹൽ ലനാ നസ്അലക അമ്മാ അസ്കതക തിവാല ഹാദ സമനി അനിൽ ഖാതിലി, പക്ഷേ ഇത്രയും കാലം ഖാതിലിനെ പറയാതിരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി എന്ന് ഞങ്ങൾ ചോദിച്ചാലും എന്ന് ഞങ്ങൾ ചോദിക്കട്ടെ. ഔദീബ് കുൻതു അജ്ഹലു കുല്ല ഷൈ, എനിക്കെല്ലാം അറിയില്ല, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അനഹാദിഹിൽ ജരീമ, ഈ കുറ്റത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഹത്തല്യവും, ഇന്നേ വരെ എനിക്ക് ഒന്നും അറിയില്ല. അൽ കാഹിൻ നാദിറൻ ഇലാ ക്രിയോൺ, ക്രിയോണിലേക്ക് നോക്കിയിട്ട് മാ തഖൂൽ യാ ഔദീബ്, ഔദീബ് എന്താണ് നീ പറയുന്നത്? ഔദീബ് ലിമാദാ തതബാദലാനി ഹാദിഹി നദറാത്ത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ എന്നെ നോക്കുന്നത്? അൽ കാഹിൻ ഇന്നാലന അജബു കൈഫ തസ്തജു അൻ തജ്ഹലഹ, നിനക്കെങ്ങനെ അത് അറിയാതിരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നത്. ജരീം എന്താണെന്നുള്ള ആരാണെന്ന് ആർക്കറിയാം? കാഹിനും ക്രിയോണിനും അറിയാം, ഔദീബിന് പക്ഷെ അത് അറിയില്ല. അപ്പൊ ഔദീബ് പറയണത് വേറൊരാളെയാണ്, പക്ഷെ ഇവരുടെ മനസ്സിലുള്ളത് ആരാന്ന് നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ഔദീബ് ഒമാ വജഹൽ അജബ്, എന്തവിടെ ഇത്ര അത്ഭുതപ്പെടാനുള്ളത്? ഔദീബ് ഔസഖുന്നാസി സിലതൻ ബിസിറ്റിൽ ജരീമ, ഔദീബ് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ക്രൈമിനോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് താങ്കൾ തന്നെയാണ്. ഔദീബ് ഇദാ കുൻതും തഖ്സിദൂന ജൊക്കാസ്ത, അപ്പൊ നിങ്ങൾ ആ ഔസഖുന്നാസ് എന്ന് പറയുന്നത് ജൊക്കാസ്തയാണ് ഉദ്ദേശിക്കുന്നത്.
ഫസിഖൂ അന്നഹാ ലാ തഅലു മിൻ അംരിഹാ ശൈഅ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ആ കുറ്റത്തെക്കുറിച്ച് അവൾക്ക് ഒരു ധാരണയുമില്ല. വഇദാ കുൻതും തഖ്സിദൂന സിലതി ബിൽ ഖാതിലി അവിൽ മുഹർരിലി അലിൽ ഖാതിലി. അല്ല, ഇനി ആ കൊലപാതകം നടത്തിയത് ഞാനാണെന്നോ അല്ലെങ്കിൽ ആ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ചത് ഞാനാണെന്നോ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫഇന്നഹു ലയദ്ഹുശ്നി കൈഫ അന്നകും അൻതും മാ ശക്കതും ഫീഹി ഖത്തു. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം എന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് സംശയിച്ചില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. തൂലഹാദ സമൻ, ഇത്രയും കാലം. വഹുവ ഖായിമുൻ ബൈനകും മൂളിഅൻ ലിസ്സഖതി. അവൻ, അതായത് ആ കൊലപാതകിയായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാൻ, ആ കൊലപാതകി നിങ്ങൾക്കിടയിൽ ഇത്രയും കാലം വലിയ സ്ഥാനത്ത്, നിങ്ങളുടെ സിഖത്തായിട്ട്, മർജിയല്ലിൽ മഷൂറത്തി, നിങ്ങളുടെ കൂടിയാലോചനകളുടെ മർജിയായി, നിങ്ങളുടെ ഒരു വിശ്വസ്ത കേന്ദ്രമായി നിലകൊണ്ടത് ആ മനുഷ്യനല്ലേ? ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഇത്രയും കാലം സംശയിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അൽ കാഹിൻ വഹൽ കുൻത തുരീദു അൻ നർതാബ ഫി ഹാദിഹി ദാത്തി റഫിയത്തി ബിഗൈരി ദലീലിൻ. നീ ഉദ്ദേശിക്കുന്നുണ്ടോ ഇത്രയും ഉന്നത സ്ഥാനത്തുള്ള ഒരു മനുഷ്യനെ കുറിച്ച് വ്യക്തമായ ഒരു തെളിവിട്ടാതെ ഞങ്ങൾ എങ്ങനെയാണ് അയാളെ സംശയിക്കുക? ജലീൽ, ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ എങ്ങനെ കുറ്റാരോപണം നടത്തും? അംരിമിനൽ ഇലാഹ്, ദൈവത്തിൽ നിന്നുള്ള ഒരു കൽപ്പനയും ഇല്ലാതെ, വഹയ്യിമിന സമാ, അല്ലെങ്കിൽ ആകാശത്തു നിന്നുള്ള ഒരു ദിവ്യബോധനവും ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ ആ മഹത്തായ മനുഷ്യനെ, ആ മഹാനായ മനുഷ്യനെ അങ്ങെതിരെ ഞങ്ങൾ എങ്ങനെ കുറ്റം ആരോപണം നടത്തും? ഔദീബ് അൽ ആൻ വഖദ് അറഫ്തും വഹ്യസമാ. ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞല്ലോ, ആരാണെന്ന് അറിഞ്ഞല്ലോ, വഹ്യസമായിലൂടെ നിങ്ങൾക്ക് കുറ്റവാളിയെ അറിഞ്ഞല്ലോ. വങ്കശഫലക്കും നിക്കാബാൻ വജിഹിൽ ഖാതിലി, കൊലപാതകിയുടെ മൂടുപടം നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു തന്നല്ലോ. ഫഹാക്കും ഖറാരി, ഇതാ ഇപ്പോൾ എന്റെ ഖറാറ് വന്നു, എന്റെ തീരുമാനം വന്നു. കദഹക്കൽ ജസാഉ അലൽ ആസിമി, കുറ്റവാളിക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ. ലഖദ് അറാദ അൻ യുഗയ്യിറ ബിയദിഹിൽ മസാഇറ വൽ അഖ്ദാർ. കാരണം ഈ ദൈവനിശ്ചയങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളുടെ അനന്തരം കാര്യങ്ങളും ഒക്കെ അവന്റെ കയ്യിലൂടെ അവൻ മാറ്റിമറിച്ചിട്ടുണ്ട്. ഫലം യക്കും അഖാമ ഇറാദത്തിഹി ഷൈഉൻ, അവന്റെ ആ തീരുമാനത്തിന് മുമ്പ് വേറൊന്നും ഇവിടെ നിന്നിട്ടില്ല. ഹത്താ വലൽ ലമീർ, അവന്റെ മനസ്സുപോലും നിലനിന്നിട്ടില്ല. അങ്ങനെയുള്ള അവന്റെ സ്വന്തം താല്പര്യം നടപ്പിലാക്കുന്ന ഒരാളാണ് അവൻ. അതുകൊണ്ട് ഈ നാടിന്റെ മസീർ തന്നെ, പര്യവസാനം മാറ്റിമറിച്ചിട്ടുള്ള അവനെ ശിക്ഷ കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ഇദ്ഹബു ഇലൈഹി വലാ തഹ്ജമു, നിങ്ങൾ അവനെ പിടിച്ചു കൊണ്ടുവരൂ, അവനെ നിങ്ങൾ മറച്ചു വെക്കണ്ട. വാൽഖു ഫീ വജ്ഹിഹി അൽ ഇത്തിഹാമ സരീഹ, നിങ്ങൾ അവന്റെ മുമ്പിൽ വ്യക്തമായി ഇന്നയാളാണ് കുറ്റവാളി എന്ന് തീർത്തു പറഞ്ഞോളൂ. ദൂന അൻ തഖുദകും മിൻ ഖദാസതിഹി റഅദ, അവൻ എത്ര പരിശുദ്ധനാണെങ്കിലും ആ പരിശുദ്ധയൊന്നും നിങ്ങളെ പേടിപ്പെടുത്തേണ്ടതില്ല. വലാ മിൻ ജലാലിഹി റൗഅ, അവൻ എത്ര ഉന്നത സ്ഥാനത്തനാണെങ്കിലും ആ ഉന്നത സ്ഥാനവും ഒന്നും നിങ്ങളെ പേടിപ്പെടുത്തേണ്ടില്ല. നിങ്ങൾ ആരാണ് കൊലപാതകി എന്ന് തീർത്ത് വ്യക്തമായി പറഞ്ഞോളൂ. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തുടരാം.